പഞ്ചാബ് കിങ്സുമായുള്ള മത്സരത്തിൽ RCBയുടെ പ്രകടനം എടുത്തു പറയേണ്ടവയാണ്. മത്സരത്തിൽ ഏറെ നിർണായകമായത് RCBയുടെ ബോളിംഗ് പ്രകടനമായിരുന്നു. ബാറ്റിംഗിൽ വേണ്ട പോലെ സ്കോർ നേടാൻ RCBക്ക് സാധിച്ചില്ല. 190 റൺസ് മാത്രമാണ് അഹമ്മദാബാദിനെ ഫ്ലാറ്റ് പിച്ചിൽ RCB സ്വന്തമാക്കിയത്. എന്നാൽ മറുപടി ബാറ്റിംഗ് ദുഷ്കരമാക്കാനുള്ള എല്ലാ പണിയും RCB ബോളിങ്ങിലൂടെ ഒപ്പിച്ചു. ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രിയൻ ഷാരിയുടെ വിക്കറ്റാണ്. അതിമനോഹരമായി മത്സരം തുടങ്ങിയ പഞ്ചാബിന് മത്സരത്തിൽ ഏറെ വെല്ലുവിളിയായത് പ്രിയാൻ ഷാരിയുടെ വിക്കറ്റായിരുന്നു. 4.6 ഓവറിൽ സ്കോർ 43 നിൽക്കുമ്പോഴാണ് പ്രിയാൻ ഷാരിയെ അതിമനോഹരമായ ക്യാച്ചിലൂടെ ഫിൽ സോൾട്ട് പുറത്താക്കുന്നത്. ജോഷ് ഹേസൽവുഡിന്റെ പന്ത് ടാപ്പ് ചെയ്യാനുള്ള ആര്യയുടെ ശ്രമമാണ് ബൗണ്ടറി ലൈനരികെ മനോഹരമായ ക്യാച്ചിലൂടെ ഫിൽ സോൾട്ട് എടുത്തത്. പഞ്ചാബിന്റെ കഷ്ടകാലം അവിടെ നിന്നാണ് ആരംഭിച്ചതും. പിന്നീട് അങ്ങോട്ട് മത്സരത്തിലുടനീളം മികച്ച പാർട്ണർഷിപ്പ് ഉണ്ടാക്കാനോ അതിശക്തമായ മത്സരത്തിലേക്ക് മടങ്ങി വരാനോ പഞ്ചാബിന് സാധിച്ചില്ല. തൊട്ടു പിന്നാലെത്തിയ ശ്രേയസ് അയ്യർ, ജോഷ് ഇംഗ്ലിസ്, പ്രച്ഛമരൻ സിംഗ് എന്നിവരെല്ലാവരും മടങ്ങിയത് മത്സരത്തിൽ ഏറെ നിർണായകമായി. പ്രച്ഛമരൻ സിംഗിന്റെ ക്യാച്ച് മത്സരത്തിന്റെ തുടക്കത്തിൽ റൊമാരിയോ ഷെപ്പേർഡ് ഡ്രോപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഏവരും എടുത്തു പറഞ്ഞത് RCB മത്സരത്തിൽ പരാജയപ്പെടുമെന്ന് തന്നെയാണ്. എന്നാൽ മനോഹരമായ ബൗണ്ടറി ലൈൻ ക്യാച്ചിലൂടെയാണ് ഫിൽ സോൾട്ട് ആര്യയെ പുറത്താക്കിയത്. പഞ്ചാബിന്റെ ബാറ്റിംഗിൽ ഋതം നഷ്ടപ്പെടുത്തിയതും അത് തന്നെയായിരുന്നു. മത്സരത്തിൽ RCB ബോളർമാരുടെ പ്രകടനങ്ങളെല്ലാം മികച്ച രീതിയിലായി. മാത്രമല്ല അതിമനോഹരമായി ഫീൽഡ് ചെയ്യാനും RCBക്ക് സാധിച്ചു. അനാവശ്യ ബൗണ്ടറികൾ ആരും തന്നെ വഴങ്ങിയില്ല. ഹേസൽവുഡിന്റെ അവസാന ഓവർ ഒഴിച്ചാൽ മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞത്. സുയാഷിന്റെ 2 ഓവറുകളും റൊമാരിയോ ഷെപ്പേർഡിന്റെ 3 ഓവറുകളും മത്സരത്തിൽ മികച്ച ബാലൻസ് നൽകി. യശ് ദയാൽ 3 ഓവറിൽ 18 റൺസ് മാത്രമാണ് വഴങ്ങിയത്. മികച്ച രീതിയിൽ ഫീൽഡ് പ്ലേസ്മെന്റിനും രജത് പട്ടിദാറിനും ഒരു മികച്ച കൈയ്യടി തന്നെ അർഹിക്കുന്നുണ്ട്. കാരണം മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ പോലും മേൽക്കൈ പഞ്ചാബിനുണ്ടായിരുന്നില്ല. ജോഷ് ഇംഗ്ലീഷും ശ്രേയസ് അയ്യരും ക്രീസിലുള്ളപ്പോൾ പ്രതീക്ഷകൾ വാനോളമായിരുന്നു. എന്നാൽ മത്സരം അവസാനിച്ചപ്പോൾ 6 റൺസിന്റെ വിജയമാണ് RCB സ്വന്തമാക്കിയത്.